നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ചിങ്ങം 1 മുതൽ രക്ഷപ്പെടുവാനായിട്ട് പോകുന്ന 8 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വ്യക്തമാക്കുവാനായിട്ട് പോകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾ മാറണമെന്നും ആഗ്രഹ സാഫല്യ നിമിഷങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. അപ്രകാരം ഈ വരുന്ന ചിങ്ങം 1 മുതൽ രക്ഷപ്പെടാൻ പോകുന്ന 8 നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം അതിൽ 1ഉം 2ഉം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും നക്ഷത്ര ജാതകരാണ്. ചിങ്ങം 1 മുതൽ ഇവരുടെ ഗ്രഹനില എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ വളരെയധികം നല്ല സമീപനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ കഴിയുവാനായിട്ടൊക്കെ സാധിക്കും. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വസ്തുപരമായ ഇടപാടുകളൊക്കെ നടന്നു കിട്ടും. ജീവിതത്തിലെ പ്രതിസന്ധി കാലം കടന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. 3ഉം 4ഉം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കാർത്തികയും പുണർദവുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് കടബാധ്യതകൾ എല്ലാ കുടുംബത്തെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ എന്ന് പറയുന്നത്. അതൊക്കെ കുറയ്ക്കുവാനുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ ഭവനത്തിൽ പുതിയ അതിഥികൾ എത്തുവാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു ദൈവീക അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുണ്ടാകും. എപ്പോഴും ഭവനവും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്തു നിന്നുമൊക്കെ ശുഭവാർത്തകൾ കേൾക്കുവാൻ ഇടയാകും. സന്താന ഭാഗ്യത്തിനൊക്കെ വളരെയധികം സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ്. അടുത്തത് പ്രധാനമായിട്ടും 5ഉം 6ഉം നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പൂയവും ഉത്രവുമാണ്. തൊഴിൽപരമായ വലിയ ഉന്നതി ഇവർക്ക് ലഭ്യമാകും. വിവാഹ സംബന്ധമായ പല കാര്യങ്ങളും നടക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പല അമ്പലങ്ങളിലും ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരം നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം, ശത്രുദോഷം ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ ഒരു വിരാമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ നിങ്ങൾ കാരണം, അതായത് ഈ പൂയവും ഉത്രവും നക്ഷത്ര ജാതകർ കാരണം മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കും വളരെയധികം ഭാഗ്യമാണ് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ 2 നക്ഷത്ര ജാതകർ 7ഉം 8ഉം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് തിരുവോണവും രേവതിയുമാണ്. ഭൂമിപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക്, അതായത് ഭൂമിപരമായ പല ഇടപാടുകളിലും വൻ നേട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. അതുപോലെ ബാങ്കിൽ ബാലൻസ് ഉയർത്തുവാനായിട്ട് കഴിയും. കടബാധ്യതകളുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ച മേഖലയിലേക്ക് നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ വിവാഹ സംബന്ധമായ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമില്ലാതിരുന്ന വിവാഹാലോചനകൾ പോലും വളരെ സന്തോഷകരമായി കുടുംബക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 8 നക്ഷത്ര ജാതകർക്കും വരുന്ന ചിങ്ങമാസം 1 ജീവിതത്തിൽ ശുഭപ്രതീക്ഷകൾ ഉയരുവാനായിട്ട് പോവുകയാണ്. ഇതിൽ പറയുന്നവരുടെ കടബാധ്യതകളൊക്കെ മാറി നിൽക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. ജീവിതത്തിൽ ഒരുപാട് മാർഗങ്ങൾ കടന്നു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 8 നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.